ഏത് സമസ്തയാണെങ്കിലും ആ സമസ്തയുടെ ആളുകൾ എത്ര കള്ളക്കഥകളും കെട്ടുകഥയുമാണ് പ്രചരിപ്പിക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മൗലു ആയ കള്ളക്കഥകൾ, നിർമ്മിച്ചുണ്ടാക്കിയ കഥകൾ, ഷിയാക്കളുണ്ടാക്കിയ അടിസ്ഥാനങ്ങൾ വരെ തെളിവായി കൊണ്ടുവന്നുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഇവയെല്ലാം കൊണ്ടെടുക്കുന്നത്. ഏത് ഏതെടുത്താലും, ഉദാഹരണമായി മൗലൂദ് കിതാബൊക്കെ പരിശോധിച്ചാൽ, ഇവരുടെ പ്രസിദ്ധീകരണം പരിശോധിച്ചാൽ, ഇത്തരം പുസ്തകങ്ങളുടെ പ്രഭാഷണം പരിശോധിച്ചാൽ അവിടെ എല്ലാം കാണുന്ന ഒരുപാട് കഥകളുണ്ട്. ഇപ്പം നബിതങ്ങളുടെ പ്രകാശമാണ് ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാ സമസ്തകളും പറയുന്ന കഥയല്ലേ. എന്തടിസ്ഥാനമാണുള്ളത്? ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് വിലക്കപ്പെട്ട പഴം തിന്നപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി എന്ന കഥ എല്ലാ മൗലിദിലുമുണ്ട്. എന്തടിസ്ഥാനം അതിനുള്ളത്? നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളപ്പൊക്കമുണ്ടായി കപ്പലിൽ കയറുമ്പോൾ മുസ്തഗാസ ബിഹി നൂഹ് നബി മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്തു എന്ന കഥ എവിടെയുള്ളത്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവിടെ രക്ഷപ്പെട്ടത് മൊഹീദ്ദീൻ ഷെയ്ഖിനെ കൊണ്ടാണ് എന്ന കഥകൾ മൗലിദ് കിതാബിലില്ലേ? ഒമാ ബർദൻ നീറാനു ഇല്ലാ ബിദഅവതി, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ആ തീ തണുത്തുപോയത് എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞുവെന്നാണ് മാലിൽ പഠിപ്പിക്കുന്നത്. എന്ത് അടിസ്ഥാനമാണ് ഈ കഥക്കുള്ളത്? യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുപ്പായം അത് ഏലസായി കെട്ടിയിട്ട് യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിക്കൊടുത്ത ഏലസായിരുന്നു എന്ന കഥ ഇവ സാധാരണ പ്രചരിപ്പിക്കുന്നില്ലേ? എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതാവ് ആസർ, അദ്ദേഹം മുസ്ലിക്കല്ല, ഇബ്രാഹിമിൻ്റെ പിതാവല്ല എന്ന കള്ളക്കഥ മൗലിദ് കിതാബിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നില്ലേ? അതുപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹൻ അബൂ താലിബിനെ കുറിച്ച് അബൂ താലിബ് മുസ്ലിമാണ് എന്ന് ഇവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നില്ലേ? കള്ളക്കഥയല്ലേ? അടിസ്ഥാനമുണ്ടോ അതിന്? ഇങ്ങനെ തുടങ്ങി നബിമാർക്ക് വഫാത്തില്ല, വഫാത്തായാലും അവർ വഫാത്താകാത്ത പോലെയാണ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, നബിയുടെ ഹാജറാകും തുടങ്ങിയ കഥകൾ. ഇനി മൗലിദിലേക്ക് വന്നാൽ എത്ര കഥകൾ! റിഫായി ഷെയ്ഖ് ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ അള്ളാഹു തആല സ്വർഗം കൊടുത്തിട്ട് ആ 4 സ്വർഗം നേരിട്ടാണ് ദുനിയാവിലേക്ക് വന്നത് എന്ന കഥ റിഫായി മൗലിദ് മാലയിലില്ലേ? ആ സ്വർഗം ഇവിടെ വന്ന് കച്ചവടം ചെയ്തിട്ട് ഇവിടെ ഒരു തോട്ടം വാങ്ങിക്കൊടുത്തു എന്ന കഥ അതേ റിഫായി മാലയിൽ പഠിപ്പിക്കുന്നില്ലേ? ഇങ്ങനെ ഏതെടുത്താലും അവിടെയെല്ലാം മുഴുവൻ കള്ളക്കഥകളാണ്